നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഉണ്ണിക്കുട്ട അകത്തേക്ക് എങ്ങനെയാണ് കിടക്കുക? അകത്ത് ആരെങ്കിലും ഉണ്ടോന്ന് തന്നെ സംശയ. കാരണം ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കാവൽ നായകൾ പുറത്ത് കാവലിന് കാണാതിരിക്കില്ലല്ലോ. അനിരുദ്ധന്റെ അനുയായികളെ കാണാത്തതുകൊണ്ടാണ് ശിവനാഥ് മേനോൻ ജാനോട് അങ്ങനെ ചോദിച്ചത്. പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ മാത്രം എന്റെ വരവ് അവനെ ഞാൻ വിളിച്ചറിയിച്ചിരുന്നില്ല ഡാഡ്. അവനെ വിളിച്ചുണർത്തി ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വന്നല്ലേ ഞാൻ. മോനെ അങ്ങനെയല്ല, ഞാൻ വഴി മോൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരും. ആദ്യ വഴി അയാളും അയാളുടെ മോൻ ഇതിനോടൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അവരാരും വെറുതെ ഇരിക്കില്ല ഉണ്ണിക്കുട്ട. ഇപ്പൊ കാണുന്ന ഈ മനയുടെ മൂകത അത്ര നല്ലതിനല്ല നിന്റെ മനസ്സ് പറയുന്നു. ശ്രീനിവാസൻ ജാന് മുന്നറിയിപ്പ് നൽകി. ശ്രീനിവാസൻ അങ്കിൾ, ഈ ജാൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായ പ്ലാനിങ്ങോടെ മാത്രമായിരിക്കും. എന്നെയും എൻ്റെ ആൾക്കാരുടെയും പുറകിൽ അവന്മാരുണ്ടെങ്കിൽ അവന്മാരെ ശ്വസിക്കുന്ന പോലെ എനിക്ക് ഇവിടെ നിന്നാ കേൾക്കാം. സമയം 12 മണിയോടടുത്ത് കാലിയുടെ കാർ വളരെ പതിയെ മേലാറ്റൂമനയുടെ പടിപ്പുരകൾ എത്തിയിരുന്നു. കാർ ഓഫ് ചെയ്ത് മൂവരും പുറത്തേക്ക് ഇറങ്ങി. പടിപ്പുരക്കടുത്തേക്ക് 1-2 ചുവട് മുന്നോട്ട് വെച്ചതും മൂവരുടെയും ദേഹത്തൂടി എഴിയുന്ന ലേസർ സ്ട്രീറ്റ് ലൈറ്റ് കാണി കാലിയുടെയും ആദ്യത്തിന്റെയും നെഞ്ചിൽ വെള്ളിടി വെട്ടി. മൂവരും ഒന്ന് ഇറങ്ങാൻ കൂടി കഴിയാതെ അവിടെ സ്റ്റെക്കായി. ഭയത്തോടെ ആദ്യം വിളിച്ചു പറഞ്ഞു. മോഹൻ കാര്യമൊന്നും മനസ്സിലാതെ ഇരുവരെ അന്തം വിട്ട് നോക്കി. എടാ മണ്ട, നമ്മുടെ നേർക്കാരെ തോക്ക് ഉന്നം പിടിച്ചു നിൽക്കുക. അനങ്ങിയാ നീ തീർന്നു. കാർഗയം പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. മുകുന്ദൻ നിന്ന് വരയ്ക്കാൻ തുടങ്ങി. അയ്യോ, ഇനി നമ്മൾ വെടികൊണ്ട് ചാവോ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ആ ജാൻ അവിടെ സുരക്ഷയ്ക്ക് വേണ്ടി കാവൽക്കാരെ അയക്കുമെന്ന്. വാട്ട്? അപ്പൊ അവളിവിടെ വരാറുള്ള ഗാർഡ്സിന്റെ കൂടെയാണോ? ആദിത്യൻ ദേഷ്യത്തോടെ മുകുന്ദനോട് ചോദിച്ചു. അവന്റെ കൂടെ കൂടിയ പിന്നെ അങ്ങനെയാ. കറുത്ത വസ്ത്രം ധരിച്ച 3-4 പേര് ചിലപ്പോഴൊക്കെ കൂടെ കാണാറുണ്ട്. മുകുന്ദൻ ഭയത്തോടെ പറഞ്ഞ കാലി ദേഷ്യക്ക് അടിച്ചമർത്തി. എന്നിട്ട് അത് ഇപ്പോഴാണ് പറയുന്നത്. ആദി, നിനക്ക് ഇന്ന് എന്താ മനസ്സിലായത്? നീലാംബരിയുടെ സ്വന്തം വീട്ടിലുള്ളവരെ പോലും ആ ജാന് വിശ്വാസമില്ലെന്ന് ആദിത്യൻ കാലി നോക്കി പറഞ്ഞു. ഉണ്ട, നമ്മൾ അവന്റെ പുറകെയല്ല, അവൻ നമ്മുടെ പുറകെയാ. നീലാംബരി അവരുടെ വീട്ടുകാരിൽ നിന്ന് രക്ഷിക്കാനല്ല അവൻ ഗാർഡ്സിനെ ഇറക്കിയത്, നമ്മളിൽ നിന്നോ. മുകുന്ദ, മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആരാ പറഞ്ഞിട്ട്? എന്റെ അച്ഛനാണോ? നേരിട്ടല്ല, പക്ഷെ എന്നെ കാണാൻ ഒരാൾ വന്നിരുന്നു. അനിരുദ്ധ വല്യമ്പൂരിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണമെന്നും സഹായം ചെയ്ത വല്യമ്പൂരി കാശിനെന്നും പറഞ്ഞു. ഒപ്പം എൻ്റെ കയ്യിൽ 25,000 രൂപയും തന്നു. സഹായം എന്താണെന്ന് കാലിയെടുക്കുന്ന മെന്റൽ ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ മനസ്സിലാവുന്നു. അവിടെ ചെന്ന് അശോകൻ എന്ന പേരിൽ ഒരാളെ കാണുന്നയാൾ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന അയാൾ പറഞ്ഞ ആളിനെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വിട്ടു. ബാക്കി നിങ്ങൾക്കറിയില്ലേ? ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുക. അപ്പോ ഇതൊക്കെ അവന്റെ ബുദ്ധിയായിരുന്നു. ആ ജാന്റെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കിട്ടാൻ വേണ്ടി അവനൊരിക്കൽ കെണി. അങ്ങനെയെങ്കിൽ എന്റെ അച്ഛനെ തീർച്ചയായിട്ടും അവനിപ്പോ കുടുക്കി കാണും. കാലിയുടെ അലർച്ച ഇരുളിൽ വാകാരി, വേഗം നമുക്ക് അവിടേക്ക് പോവാം, ആദിത്യം പറഞ്ഞു. പറ്റില്ല, നമ്മൾ തോക്കിന് മുന്നിലാവുള്ളൂ. ഇതുവരെ നമ്മളെ ആരും ആക്രമിച്ചിട്ടില്ല. അതിനർത്ഥം നമ്മളിവിടെ പിടിച്ചിർത്താൻ നോക്കിയാണ് അവൻ. ഒന്നനങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ തീർന്നു. എന്ത് ചെയ്യും കാര്യം നമ്മൾ? മോഹൻ ഭയത്തോടെ ചോദിച്ചു. അല്പസമയം കൂടി ഇവിടെ നിൽക്കാം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവാതിരിക്കില്ല. നേരെ പോലത്തെ അവന്മാർക്ക് നമ്മളെ വെടിച്ചിടാൻ കഴിയില്ലല്ലോ. അതുവരെ നമുക്കിവിടെ കാത്തു. കാലി പല്ലേരിച്ചുകൊണ്ട് പറഞ്ഞു. ഭദ്രപതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. തുളസി നല്ല ഉറക്കമാണ്. ഒടിഞ്ഞ കാലം നിലത്തൂത്തുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനയായിരുന്നു അവർക്ക്. പക്ഷേ ഇപ്പോൾ ശരീരത്തിന്റെ ആ വേദനയെക്കാളും 10 മടങ്ങ് വേദന തന്റെ മനസ്സിലാണെന്ന് ഭദ്രയ്ക്ക് തോന്നി. ശരീരമൊക്കെ മരവിച്ച പോലെ ഭദ്ര നടന്നു. തുറന്നുയർന്ന വാതിൽ വഴി മുറ്റത്തേക്ക് ഇറങ്ങി. പിച്ച വയ്ക്കും പോലെ അവർ കാവിനുള്ളിലേക്ക് കയറി. ഒരു നിമിഷം താൻ ആ പഴയ 17-കാരിയായി മാറിയ പോലെ ഭദ്രയ്ക്ക് തോന്നി. പാലമര ചുവട്ടിലേക്ക് കയറാൻ അവൾ പാടുവിടുമ്പോൾ ആരോ തന്റെ നേരെ കൈ നീട്ടുന്ന പോലെ ഭദ്രയ്ക്ക് തോന്നി. സൂക്ഷിച്ച് എന്നാരോ പറയുന്ന പോലെ ഭദ്രയുടെ ചുടികൾ വിടർന്നു. ആ പാലമരത്തെ ഭദ്ര കെട്ടിപ്പിടിച്ചു. ആ നാളുകളിലെ ആശ്വാസം തന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതുപോലെ ഭദ്രയ്ക്ക് തോന്നി. നാഥ, നീ എവിടെയാ ഉറങ്ങുന്നത്? ആരും എന്നെ വിശ്വസിക്കുന്നില്ല നാഥ. നിന്റെ ചോരയാണ് നീലാംബരി എന്ന് എന്താ എല്ലാവർക്കും സമ്മതിച്ചു തരാൻ പ്രയാസം. നിനക്കത് അറിയോ നാഥ? നീ വലിയവനായതുകൊണ്ടാണോ? അല്ലായിരിക്കും അല്ലേ? നമ്മുടെ പ്രണയകഥ നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ നാഥ? ആരും കണ്ടിട്ടില്ലാത്ത, ആരും അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ പ്രണയം. അത് ഞാനെന്തിനാ അവരോടൊക്കെ വിളിച്ചു പോകുന്നത് അല്ലേ നാഥ? അത് നമുക്ക് മാത്രം സ്വന്തമല്ലേ? നീ ഉറങ്ങുന്നിടത്ത് എനിക്ക് ഉറങ്ങാൻ തോന്നുക നാഥ. എന്നെ കൂടി കൊണ്ടുപോകാൻ ഞാൻ എത്ര പറഞ്ഞതാ. നീ പറഞ്ഞ രാജകുമാരൻ നമ്മുടെ മോളെ തേടി വന്നു കേട്ടോ. അവളെ അവൻ സ്വന്തമാക്കി. ഞാൻ നമ്മുടെ കിരൺമോനെ കണ്ടു, നാഥൻ്റെ അച്ഛനെയും അമ്മയും കണ്ടു. മതി, ഇനി ഈ ഭദ്രക്കൊന്നും കാണണ്ട. നീ കാണാത്ത, നീ അറിയാത്ത ഒന്നും ഇനി ഭദ്രയ്ക്ക് കാണണ്ട, കേൾക്കണ്ട, അറിയണ്ട. കൊണ്ടുപോകോ നാഥ. നമുക്ക് നിന്റെ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാം.
അത്രയും പറഞ്ഞുകൊണ്ട് ഭദ്ര പാലമരച്ചോട്ടിലിരുന്നു അവന് നെഞ്ചിൽ ചാരിയിരിക്കാറുള്ള പോലെ. ഭദ്രയുടെ മനസ്സ് വർഷങ്ങൾ പുറകിലേക്ക് പാഞ്ഞു ആ കുളപ്പടവിലേക്ക്. വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ദിവസം അവളുടെ ഓർമ്മയിലേക്ക് വന്നു. അവളുടെ നാഥന്റെ മനസ്സ് അവൾ കീഴടക്കിയ ആ ദിവസം. ഭദ്രേ! കുളപ്പടവിലേക്ക് പാഞ്ഞു ചെന്ന നാഥ് ഭയത്തോടെ പടവുകൾ ചാടിയിറങ്ങി. ഓളം വെട്ടിപ്പിടയുന്ന വെള്ളത്തിലേക്ക് ഒന്നും ചിന്തിക്കാതെ അവൻ എടുത്തു ചാടി. താമര വേരുകൾ കാഴ്ച മറക്കുന്ന കുളത്തിന്റെ ആഴങ്ങളിൽ അവൻ കണ്ണു തുറിച്ചുകൊണ്ട് പരക്കം പാഞ്ഞു. വള്ളിപ്പടർപ്പിൽ കുരുങ്ങിക്കിടന്ന് പിടയുന്ന തന്റെ പ്രിയപ്പെട്ടവളെ കണ്ടത് അവൻ പ്രാണവേദനയോടെ അവൾക്കടുത്തേക്ക് ഊളിയിട്ടു. ഭദ്രയെയും കൊണ്ട് പൊങ്ങിയവൻ അവളെയും കൊണ്ട് വീതിയുള്ള പടവിലേക്ക് കയറി അവളെ നിലത്ത് കിടത്തി കവിളിൽ തട്ടി വിളിച്ചു. നെഞ്ചിരിപ്പ് കാതോർത്തു, കൈകൾ കൂട്ടി തിരുമ്മി. അപ്പോഴെല്ലാം അതിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഉരുണ്ട് വീണുകൊണ്ടിരുന്നു. അല്പം വീർത്ത അവളുടെ വയറിലേക്ക് കൈകൾ അമർത്തിക്കൊണ്ടിരുന്നു. അവൻ വായിലൂടെ വെള്ളം പുറത്തേക്ക് തെറിക്കുന്നത് ഒരു പിടപ്പോടെ നോക്കി. അവസാനം അവളുടെ വായിലൂടെ തന്റെ വായ ചേർത്ത് ഉയർ പകുത്തു കൊടുത്തു. അവൻ ആഞ്ഞു ചുമച്ചുകൊണ്ട് ഭദ്ര പ്രാണവായു ശ്വസിച്ചെടുത്തു. കണ്ണുമിഴിച്ച് നോക്കിയതും കാണുന്നത് തന്നെ നോക്കി നിറകണ്ണുകളോടെ ചിരിക്കുന്ന തന്റെ ആദ്യത്തെ പ്രണയത്തെയാണ്, തന്റെ നാഥനെ. 1-2 നിമിഷം മുഖത്തോട് മുഖം നോക്കിയിരുന്ന ശേഷം ഇരുവരും പരസ്പരം മുറുകെ കെട്ടിപ്പുണർന്നു. എന്തിനാ ഭദ്ര നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്ത്? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തോളിൽ താടിത്തുമ്പൂത്തി ഇടറിയ സ്വരത്തിൽ അവൻ ചോദിച്ചു. ഞാൻ മരിച്ചാൽ ആർക്കും നഷ്ടമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ പ്രായമുള്ള ആളെ വിവാഹം കഴിക്കാൻ എനിക്ക് കഴിയില്ല. അതും ചേട്ടനെ പോലെ അങ്ങയുടെ രാമേട്ടന് മടുത്തു. എനിക്കിനി ജീവിക്കാൻ വയ്യ. ആർക്കാ നഷ്ടമില്ലാത്തത്? ആർക്കാ ലാഭം? എല്ലാവർക്കും. ആൾ മറുപടി നൽകി. എനിക്ക് നഷ്ടമുണ്ട്, എനിക്ക് മാത്രം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ മരിക്കാൻ ഞാൻ വിടില്ല. മരിക്കണമെങ്കിൽ പോലും നീ എന്നോട് അനുവാദം ചോദിക്കേണ്ടി വരും ഭദ്രയെ. ആൾ വിശ്വസിക്കാനാവാതെ നാഥിനെ നോക്കി. നാഥ, എനിക്ക് വേണം നിന്നെ. ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. ഈ ശരീരത്തിൽ നിന്നും പ്രാണൻ പോകും വരെയും നിന്നെ ഇതുപോലെ ചേർത്ത് പിടിച്ചോളാം ഞാൻ. ഭദ്രാവിന് നെഞ്ചിൽ മുഖം ചേർത്ത് ഉറക്കെ കരഞ്ഞു. ആ രാത്രി പുലരുവോളം അവൻ അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ച് സമാധാനിപ്പിച്ചു. പുലർച്ചെ എപ്പോഴാണ് നാഥന് തറവാട്ടിൽ നിന്ന് തിരികെ പോയത്. പിന്നീടുള്ള ദിവസങ്ങൾ അവരുടേതായിരുന്നു. എല്ലാ ദിവസവും സന്ധ്യക്ക് കാവിൽ വിളക്ക് തെളിക്കാൻ ഭദ്ര വരുമ്പോൾ അവന്റെ ക്യാമറയുടെ ശബ്ദം അവളെ സ്വാഗതം ചെയ്തു. ഒരു നേർത്ത പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഭദ്ര പാലമരച്ചൂട്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് പാലമരത്തിൽ ചാരി നിന്ന് തന്നെ നോക്കിച്ചിരിക്കുന്ന തന്റെ നാഥനെയാണ്. ഭദ്ര, ഞാനിവിടെ കാണും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് കണ്ണുകൾ ചിമ്മിക്കാട്ടി അവൻ നടന്നു പോകുമ്പോൾ തറവാടുറങ്ങാൻ ഭദ്ര കാത്തിരിക്കുമായിരുന്നു. ഉത്സവകാലമായിരുന്നു അപ്പോൾ. മിക്ക വീടുകളിലെയും പുരുഷന്മാർ രാവോ പകലോ എന്നില്ലാതെ ഉത്സവപ്പറമ്പുകളിലായിരിക്കും. കൽപ്പനധികം പോവാറില്ല. എങ്കിലും ശശിധരനെ കൂട്ടാൻ ദത്തൻ പതിവായി വരുമായിരുന്നു. പാതിരാത്രി ഭദ്ര കിളിവാതിൽ വഴി പുറത്തേക്ക് നോക്കും. പാലമരച്ചോട്ടിൽ വന്നിരുന്ന അവൾക്കായി ക്യാമറ മിന്നിക്കും നാഥ്. പാത്തും പതുങ്ങി അവൾ അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. പാലമരച്ചോട്ടിലേക്ക് കയറാൻ നിൽക്കുന്നവൾക്ക് നേരെ അവൻ തന്റെ വലത് കൈ നീട്ടും. ആ കൈയിലേക്ക് പിടിച്ച് അവൾ മുകളിലേക്ക് കയറുമ്പോൾ അവൻ ആകുലതയോടെ പറയും, സൂക്ഷിച്ച്. ഒരു നേർത്ത പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവന്റെ ഒപ്പം മരച്ചോട്ടിൽ അവളും ഇരിക്കും. നാദിന് ഭദ്രയോട് പ്രണയത്തിലുപരി വാത്സല്യമായിരുന്നു. അവളെ നെഞ്ചോരം ചേർത്ത് നിർത്തി തലയിലൂടെ തഴുകുമായിരുന്നു അവൻ. ഉത്സവപ്പറമ്പുകളിൽ നിന്ന് വാങ്ങിയ കുപ്പിവളകളും കൺമഷിയും ചാന്തുപൊട്ടും അവൻ അവൾക്ക് സമ്മാനമായി നൽകിയിരുന്നു. തന്നെ പൊന്നുകൊണ്ട് മൂടാൻ കഴിയുന്നവനാണ് തന്റെ പ്രിയപ്പെട്ടവനെന്നറിയാതെ അവന്റെ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ടിരുന്നു. അവൻ അവൾക്കായി അവളുടെ ഇഷ്ട അവന്റെ നെഞ്ചിൽ ചാരി അവളും ഇരിക്കും. ദിവസങ്ങൾ കടന്നുപോയി. ഇരുവരും എന്നും പാലമരച്ചുവട്ടിൽ ആരുമറിയാതെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഭദ്ര നാഥിനോടൊന്ന് ചോദിച്ചു, നാഥ, നമ്മളിവിടുന്ന് പോയാൽ എവിടെ ജീവിക്കും?
തന്നെ നെഞ്ചിൽ നിന്ന് അവളുടെ മുഖം കൈക്കൊമ്പിളിൽ കോരിയെടുത്ത് അവൻ ചോദിച്ചു. ഭദ്രക്കുട്ടിക്ക് എന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല, നമ്മൾ വിവാഹം കഴിച്ച് ഇങ്ങനെ യാത്ര ചെയ്ത് നടന്നാൽ മതിയോ? നമുക്കൊരു കുടുംബമൊക്കെ വേണ്ടേ? എനിക്ക് കൊതിയാവുക നാഥ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ. ഈ നാട്ടിൽ നിന്ന് ദൂരെ എവിടേക്കെങ്കിലും. നിങ്ങൾക്കും ആരുമില്ലല്ലോ, എനിക്കാരും വേണ്ട. നമുക്ക് നമ്മൾ മാത്രം മതി. അറിയോ, എനിക്ക് തയ്ക്കാനൊക്കെ അറിയാം. ഒരു കുഞ്ഞ് തയ്യൽ കട തുടങ്ങണം. നാഥന് ഞാനും സഹായിക്കാം. നമ്മൾ രണ്ടുപേരുടെയും വരുമാനം കൊണ്ട് നമുക്കൊരു കുഞ്ഞ് വീട് പണിയണം. അവിടെ ഞാനും എൻ്റെ നാഥനും പിന്നെ പിന്നെ അവൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി അവൻ ചോദിച്ചു. പിന്നെ നമ്മുടെ മക്കൾ. ബാക്കി പറയാൻ കഴിയാത്തവണ്ണം ആദ്യമായി അവളിൽ വല്ലാത്തൊരു നാണം വന്ന് മൂടി. അവന്റെ ചൊടികളിൽ ഒരു കുസൃതി ചിരി മിന്നി. നാതുറക്കെ ചിരിച്ചു. ആദ്യം ഭദ്ര തമ്പുരാട്ടിക്ക് 18 വയസ്സ് തികയട്ടെ. എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് ഭദ്ര. നിന്നെ ഞാൻ പഠിപ്പിക്കും, ഉയരങ്ങളിൽ എത്തിക്കും. നിന്നെ ചവിട്ടി താഴ്ത്തിയവർ നിന്നെ കൊണ്ട് അഭിമാനിക്കും. എന്നിട്ട് മതി എൻ്റെ ഭദ്രക്കുട്ടി കുഞ്ഞുങ്ങളൊക്കെ. പോയി, എനിക്ക് പഠിക്കൊന്നും വേണ്ട. എനിക്ക് കല്യാണം കഴിച്ചാൽ മതി. എനിക്ക് ആരെയും ഒന്നും കാണിക്കണ്ട. എനിക്ക് എൻ്റെ നാഥനെ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ കുഞ്ഞ് ജീവിതം അവിടെ നമ്മൾ മാത്രം. ഈ നെഞ്ചിലിങ്ങനെ തലയാഴ്ച കിടന്നാൽ മാത്രം മതി എനിക്ക്. അവൾ ചിണുങ്ങിക്കൊണ്ട് അവരുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അതെ, നീ പറഞ്ഞൊക്കെ നിന്റെ പ്രായത്തിൻ്റെയാ. ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും. മതിയിരുന്ന്. വല്ലാത്ത കാറ്റ്. മോള് തറവാട്ടിലേക്ക് പോയിക്കോ, മഴക്കുള്ള സാധ്യതയുണ്ട്. നാദു പറഞ്ഞു കഴിഞ്ഞില്ല. അവന്റെ നെഞ്ചിൽ ചാരിയിരുന്ന ഭദ്ര പെട്ടെന്ന് തിരിഞ്ഞു വന്ന് അവന്റെ ചുടികളെ ഒന്നാകെ വിഴുങ്ങി. ആ മരച്ചുവട്ടിൽ ഒന്നനങ്ങാൻ കൂടി കഴിയാതെ നാദ് തറഞ്ഞിരുന്നു പോയി. ഒരു പൂവിനെ താലോലിക്കും പോലെ, പക്ഷികൾ കൊക്കുരുമ്പും പോലെ തന്റെ അധരങ്ങളിൽ നിന്ന് അധരം ചേർന്നൊരുമ്പുന്നവളെ അവൻ കണ്ണ് വലിച്ചു തുറന്ന് നോക്കിപ്പോയി. പെട്ടെന്ന് ബോധം വന്ന പോലെ അവൻ അവളെ തള്ളിമാറ്റി എഴുന്നേറ്റു. ഭദ്രേ! ശാസിക്കുമ്പോൾ അവൻ അവളെ വിളിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അത് കാണെ അവന്റെ മനസ്സലിഞ്ഞു. മോള് വീട്ടിലേക്ക് പോയിക്കോ, സാറില്ല, പോട്ടെ. നീ കുഞ്ഞാ മോളെ. ഇങ്ങനെയൊക്കെ തോന്നുന്ന പ്രായം നിന്റേത്. ഈ പ്രായത്തിൽ ഒരാളുടെ ചൂടറിയാൻ തോന്നാത്ത പെൺകുട്ടികൾ ചുരുക്കുക. അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ ആരാ നിനക്കുള്ളത്? നിനക്ക് ഈ നാഥനില്ലേ? ഇപ്പൊ പോയിക്കോ, പോയി സുഖമായിട്ട് ഉറങ്ങിക്കോ. അവൻ അവളെ സ്നേഹത്തോടെ ഉപദേശിച്ചു. പക്ഷെ ഭദ്രയുടെ മനസ്സിനെ അത് വല്ലാതെ നോവിച്ചു. പ്രായത്തിന്റെ പക്വതയില്ലായ്മയല്ല തനിക്ക്, മറിച്ച് തന്റെ നാഥനോടുള്ള അടക്കാനാവാത്ത പ്രണയമാണ് അങ്ങനെ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ച്. എങ്ങനെയാണ് ഒരു പുരുഷനെ ചുംബിക്കേണ്ടെന്ന് പോലും അറിയാതെ അപ്പോൾ തോന്നിയെന്തോ താനങ്ങ് കാട്ടി. തറവാട്ടിലേക്ക് ഓടുമ്പോൾ അവളുടെ മനസ്സിൽ മുഴുവൻ അതായിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കാൻ കൂടി അവൾക്ക് തോന്നിയില്ല. നാഥിന്റെ ചങ്ക് വിടഞ്ഞു. നീണ്ട ഒരാഴ്ച ഭദ്ര നാഥിനെ കാണാൻ കൂട്ടാക്കിയില്ല. കാവിൽ വിളക്ക് തെളിയിക്കുന്ന തുളസിയെയോ കൽപ്പനയോ മറഞ്ഞെന്ന് കണ്ട ശേഷം നാഥ് നിരാശയോടെ മടങ്ങുമായിരുന്നു. രാത്രി പുലരുവോളം നാഥ് പാലമരച്ചോട്ടിൽ അവൾക്കായി കാത്തിരുന്ന് നിരാശയോടെ മടങ്ങി. അവന് നെഞ്ചിൽ ഉയിര് പോകുന്ന വേദന തോന്നി. അവൾക്ക് എന്താവും സംഭവിച്ചിട്ടുണ്ടാവുക? അറിയാതെ നാഥ് പിടഞ്ഞു. രണ്ടു കൽപ്പിച്ച് അവൾ വീട്ടിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു. അവസാന ശ്രമം എന്ന പോലെ അന്ന് രാത്രി ക്യാമറ ഫ്ലാഷ് മിന്നിച്ചുകൊണ്ട് അവൻ അവളെ വിളിച്ചു. പക്ഷേ ഭദ്ര വന്നില്ല. അവൻ കാവിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചതും കയ്യിലൊരു തണുത്ത കൈ പിടുത്തമിട്ടിരുന്നു. അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. പുറകിൽ മുഖം കുനിച്ച് നിൽക്കുന്ന ഭദ്രയെ കാണെ മറ്റൊന്നും ചിന്തിക്കാതെ അവൻ അവളെ വാരിപ്പുണർന്നു. ഭദ്ര, എത്ര ദിവസമായി എന്നറിയ ഞാൻ കാത്തിരിക്കുന്നു. എവിടെ പോയതാ എൻ്റെ പെണ്ണെ? നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല പെണ്ണെ. ഞാൻ മരിച്ചു പോട്ടു. രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് വരാൻ പോയതാ ഞാൻ. അവളുടെ മൂർത്താവിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോഴവളൊന്നും ഇടാ മുഖം കുനിച്ച് നിന്നു. പറ, എന്നോട് ദേഷ്യമാണോ? ഞാനത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ എന്നെ കാണാൻ വരാതിരുന്ന്? അവൾ അല്ലെന്ന് വിലങ്ങനെ തലയാട്ടി. പിന്നെ പറമോളെ, എന്താ വരാഞ്ഞ്? ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? തള്ളിയോടാ എൻ്റെ പെണ്ണിനെ? അവളില്ലെന്ന് തലയാട്ടി. പിന്നെ എനിക്ക് അവൾ പറയാൻ മടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ പറ, എന്നോടല്ലേ? എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. അവൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ തിരിഞ്ഞു നിന്നു. നാഥ ആശ്വാസത്തോടെ നിശ്വസിച്ചു. ഓ, അത്രേ ഉള്ളൂ, സാറില്ല കേട്ടോ. ഇത് പറയാൻ എന്തിനാ ഇത്രയും മടി? എല്ലാ സ്ത്രീകൾക്കും ഉള്ളല്ലോ ഇതൊക്കെ. സ്ത്രീകൾക്ക് മാത്രമുള്ള ദൈവത്തിന്റെ ഗിഫ്റ്റാ മോളെ ഇത്. സോ യു ഷുഡ് ടെൽ ഇറ്റ് വിത്ത് പ്രൈഡ്. അവൻ പാൽമരച്ചോട്ടിലേക്കിരുന്ന് അവിടെ നേരെ കൈ നീട്ടി. ഉയർത്തി വെച്ച തന്റെ കാലുകൾക്കിടയിൽ ഇരുത്തി നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിക്കാനാണ് അവൻ ക്ഷണിക്കുന്നതെന്ന് അറിയാവൾക്ക്. അവൾ കുഞ്ഞു പരിഭവത്തോടെ നിരസിച്ചുകൊണ്ട് അവന്റെ മുമ്പിലായി മുഖം കുനിച്ചിരുന്നു. എന്താ, എൻ്റെ അടുത്തിരിക്കില്ലേ? അവളിൽ നിന്ന് വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് മൂളി. അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ? അവളൊന്നും മിണ്ടിയില്ല. അവന്റെ ചൊടിയിലെ ഒരു നേർത്ത പുഞ്ചിരി വിരിയുന്ന അവൾ കണ്ടില്ല. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചെടുത്ത് അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് ഇട്ടു. തന്റെ മാറിടങ്ങൾ അവളുടെ നെഞ്ചിലേക്ക് അമർന്നതും അവൾ ഇരു കൈകൾ ഉയർത്തി അവന്റെ തോളിൽ അമർത്തി പിടിച്ചു.
അപ്പോഴും മുഖം കുനിച്ചിരിക്കുന്നവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവൻ മുഖമുയർത്തി. ഭദ്ര. അവന്റെ നേർത്ത വിളിയിൽ ആശ്വാസം മുഖത്ത് പതിച്ചതും അവൾ മുഖം ഒരു വശത്തേക്ക് വെട്ടിച്ചു മാറ്റി. അവള് തന്റെ ഇടത് കൈയിലേക്ക് ചാരി കിടത്തി. അവളുടെ ചുണ്ടിൽ അവൻ അമർത്തി മുത്തി. ഒരിക്കൽ കൂടി അവളെ ആ മുഖമുയർത്തി നോക്കിയ ശേഷം ആ ചുണ്ടുകളെ അവൻ പതിയെ നുണഞ്ഞു തുടങ്ങി. ഭദ്രയുടെ ശ്വാസം ഉയർന്ന് താഴുന്നത് നാഥ് അറിയുന്നുണ്ടായിരുന്നു. അവളെ വേദനിപ്പിക്കാതെ ഒരു പൂവിനെ തലോടും പോലെ അവൻ അവളെ ചുംബിച്ചു തളർത്തി. ശേഷം അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി അവൻ അവളോട് ചോദിച്ചു, മതിയോ? അവളൊരു പുഞ്ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് വീണു. അവനൊരു നേരത്തെ ചിരിയോടെ അവളെ വരിഞ്ഞു മുറുക്കി. 2 ദിവസം കൂടി അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം ഭദ്ര അവനായി ഒരു പിടി മുല്ലപ്പൂ സമ്മാനിച്ചു. ഇരുവരും പാലമരച്ചോട്ടിലെ ഒരു ദീർഘ ചുംബനത്തിന്റെ ആലസ്യത്തിലിരിക്കവേ പെട്ടെന്നാണ് 4 ദിക്കും പൊട്ടുമാറി ഇടിമുഴങ്ങിയത്. കാറ്റും അതിനൊത്ത് ചീറിപ്പാഞ്ഞ് ഭൂമിയിലേക്ക് പതിച്ച ശക്തമായ മഴയും. തന്റെ ഷർട്ടിന് മുകളിലിട്ടിരുന്ന ജാക്കറ്റ് വേഗത്തിൽ ഊരിയെടുത്ത് അവൻ ഭദ്രയുടെ തലക്ക് മുകളിലൂടെ പിടിച്ചു. ഭദ്ര, മഴ തോരുമ്പോ വേഗം തറവാട്ടിലേക്ക് ഓടിപ്പോണം കേട്ടോ. ഇപ്പൊ പോയ മഴ നനഞ്ഞ് പനി വരും. ഒരു മഴത്തുള്ളി പോലും തന്റെ തലയിൽ വീഴാതെ ജാക്കറ്റ് കൊണ്ട് തലക്ക് മുകളിൽ മറതീർത്ത് സ്വയം നനയുന്നവനെ അവൾ പ്രണയത്തോടെ നോക്കി. അവന്റെ സംരക്ഷണത്തിൽ മനം നിറഞ്ഞവൾ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി നിന്നുപോയി. ശേഷം അവന്റെ കയ്യിൽ നിന്ന് ആ ജാക്കറ്റ് വാങ്ങി തറയിലേക്ക് ഇട്ടുകൊണ്ട് അവനെ മുറുകെ കെട്ടിപ്പുണർന്നു. അവൾ ആദ്യമൊന്ന് പകച്ചുവെങ്കിലും തന്റെ ഭദ്രയെ അവൻ തടഞ്ഞില്ല. ഏന്തി വലിഞ്ഞ് തന്റെ കഴുത്തിലും നെഞ്ചിലും മുഖത്തുമെല്ലാം ചുണ്ടു പതിപ്പിക്കുന്നവളുടെ ചുംബനത്തിന്റെ ചൂടിൽ അവൻ ആ മഴയിലും ചുട്ടുപൊള്ളി പിടഞ്ഞുപോയി. അവനിൽ അലയുന്ന അവളുടെ കൈകളെ അവൻ പിടിച്ചു വെച്ചു. ഭദ്ര, വേണ്ട മോളെ. അവൾ അവനെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. തന്നിലെ പ്രണയം മുഴുവൻ തുറന്നു കാട്ടാൻ അവൾ തിടുക്കപ്പെട്ടു. അവന്റെ ചെറുത്തു നിൽപ്പുകൾ വിഫലമായി. പാലമരത്തിൽ പറ്റിച്ചേർന്ന് തളർന്നു നിന്നവൻ ഒരു വേള അവളെയും വരിഞ്ഞു മുറുക്കി. മരച്ചുവട്ടിൽ തന്റെ പ്രിയപ്പെട്ടവൾക്ക് മുകളിൽ കിടക്കുമ്പോൾ അവളുടെ മേൽ തന്റെ ഭാരമേൽക്കാതിരിക്കാൻ അവൻ ശ്രമിച്ചു. ആദ്യമായി അറിയുന്ന സ്ത്രീ എന്ന ലഹരിയിൽ അവനും ഒരു നിമിഷം മറന്നുപോയി. മലയാളം പൂവിൽ നിന്നും അതിന്റെ സാരത്തെ പാനം ചെയ്യുന്ന ഭദ്ര എന്ന പെണ്ണിൽ അവൻ അലിഞ്ഞു ചേർന്നു. നോവിൽ പിടയുന്നവളെ കണ്ണുകൾ നിറച്ച് നോക്കിയത് അത്രയും അവനായിരുന്നു. അത്രമേൽ വാത്സല്യത്തോടെ അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. അവനിൽ നിന്നും അനുഭവിച്ചറിഞ്ഞ വേദനയേക്കാൾ അവളെ ഉലച്ചത് അവന്റെ നിറകണ്ണുകളായിരുന്നു. നിറഞ്ഞു തുളുമ്പി അവന്റെ വെള്ളാരം കണ്ണുകളിൽ ഭദ്ര മാറി മാറി മുദ്രണം ചാർത്തി. കിതക്കുന്നവനെ തന്റെ മാറോട് ചേർത്തു പിടിച്ചു അവൾ. അവന്റെ തേങ്ങലുകൾ അവളിൽ പുഞ്ചിരി പടർത്തി. ഭദ്ര, ഐ എം സോറി പോലെ. എന്നോട് ക്ഷമിക്കുന്നേ. ഞാനൊരു പാപിയാ. പറ്റിപ്പോയി. നീ കുഞ്ഞ. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിന്റെ അവന്റെ കവിളിൽ നോവാത്ത വിധം ഒന്ന് തല്ലി അവൾ. ഇനി അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ കുഞ്ഞാണത്രേ. ഞാൻ കുഞ്ഞല്ലാന്ന് ഞാൻ തന്നെയാണ് തെളിയിച്ച്. എൻ്റെ നാഥൻ എന്നിലേക്ക് വശീകരിച്ച് ഞാൻ തന്നെയാണ്. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ വേണമെങ്കിൽ നാഥൻ വിളിച്ചു. എനിക്കൊന്നുമില്ല. ഇനി ഈ ദേഹത്തിൻ്റെ ചൂടില്ലാതെ ഭദ്ര ഉറങ്ങില്ല. വേഗത്തിൽ ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റു നാഥ്. അഴിച്ചു മാറ്റിയ വസ്ത്രങ്ങൾ അവളെ ധരിപ്പിച്ച അവൻ തന്നെയാണ്. അവന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിൽ പതിയുമ്പോഴത്രയും അവനിൽ വാത്സല്യമല്ലാതെ മറ്റൊന്നും അന്നേരം തോന്നിയില്ല. പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇല്ല, ഇനിയില്ല. എൻ്റെ മോൾ ഇനി ശാസ്ത്രം മുതിരില്ല. ഇങ്ങനെയാണെങ്കിൽ നാഥൻ ഇനി കാണാമില്ല കേട്ടോ. ഈശ്വര പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിൽ ചുണ്ടിയേർത്തു. വേദനിച്ചോ മോളെ? അത് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ഒരിക്കൽ കൂടി നിറഞ്ഞിരുന്നു. ഇല്ലല്ലോ, നല്ല രസമുണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ കുറുമ്പോടെ അവൾ കൊച്ചി ഓടി. അപ്പോഴവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.